സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്നും ഒപ്പം ചേരുന്നു. സുബിൻ, ഇടുക്കി നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഇടുക്കിയുടെ ഭൂപ്രകൃതി കേരളത്തിൻ്റെതല്ല. ശരിക്കും ഇടുക്കിയുടേതും വയനാടിൻ്റെതും നോർത്ത് ഈസ്റ്റിന് സമാനമായ ചെരിവുകളാണ്. വലിയ അപകട സാധ്യതയുള്ള ഇടമാണ്. അവിടെ മഴ പെയ്താൽ ആശങ്ക കൂടും. ഇപ്പോഴും മഴയുണ്ടോ? തുടരുകയാണ്. ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ കുമളി പൂപ്പാറ ദേശീയപാതയിലാണ്. ഇവിടെ ഒരു വൻമരം കടപുഴകി വീണിരിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ പ്രധാന പാതയിലേക്ക് ഈ മരം കടപുഴകി വീഴുന്നത്. ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഈ മരം വീണത്. നിലവിൽ ഈ മരം മുറിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് KSEB അധികൃതരുള്ളത്. നിലവിൽ ഈ മരത്തിന്റെ കൊമ്പുകളെല്ലാം തന്നെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് റോഡിന് കുറുകെ വീണ് കിടപ്പുണ്ട്. അത് അഴിച്ചു മാറ്റി ഇനിയിപ്പോൾ ഇതൊരു റോഡിന്റെ വശത്തേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. രാവിലെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വശത്ത് വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഈ മഴ തുടരുന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്ക ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രധാനമായും കടുത്ത നിയന്ത്രണത്തിലൂടെയാണ് ഇടുക്കി ജില്ല നിലവിൽ കടന്നു പോകുന്നത്. വിനോദസഞ്ചാരികൾക്കും അതോടൊപ്പം തന്നെ അനാവശ്യ യാത്ര നടത്തരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി നൽകിയിരിക്കുകയാണ്. സഞ്ചാരികൾക്ക് വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് റെഡ്, ഓറഞ്ച് അലേർട്ട് ഉള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഇടുക്കി ജില്ലയിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇടുക്കി ജില്ലയിലെ എല്ലാ ശക്തമായ മഴയാണ്. മരങ്ങളൊക്കെ കടപുഴകി വീണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്. വിനോദസഞ്ചാരികൾക്കടക്കം ഇടുക്കിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 101 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി സുബിൻ തോമസ് പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ റേഞ്ചിന് നല്ല പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടി ഇങ്ങനെ തുടരുകയാണല്ലോ.